ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോസസ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 1 by 1 നമ്മൾ ഓരോന്നിലേക്കും പിന്നീട് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി ഇതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടേംസിലേക്കാണ് പോകേണ്ടത്. നെക്സ്റ്റ് ടേം, തെർമോഡൈനാമിക് ടേം, വാട്ട് വി ആർ ഗോയിങ് ടു ടോക്ക് internal energy. So let's go with that next term, internal energy. അപ്പോൾ എന്താണ് ഇന്റേണൽ എനർജി? നോക്കൂ, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ ഒരു പവർ ഉണ്ട്, isn't it? നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഒരു ഇന്റേണൽ എന്താണ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റേണൽ സ്ട്രെങ്ത് ഉള്ളത് ഒരിക്കലും അത് നമ്മുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല, അത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്തും കൂടെയാണ്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ നോക്കിയാൽ ഭയങ്കരമായ മെൻ്റൽ സ്ട്രെങ്ത് ആണ്, but if the physical strength is not there, what the benefit because of that? Similarly, ചില ആൾക്കാർക്ക് ഭയങ്കര ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും, ബട്ട് മെൻ്റൽ സ്ട്രെങ്ത് ഇസ് നോട്ട് ദെയർ. അപ്പോൾ ഒരു ഇന്റേണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എന്താണ്, മെൻ്റലും വേണം, ഫിസിക്കലും വേണം. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം നമുക്ക് അതിലുള്ള എന്തുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് മോളിക്കുലർ തിയറി. കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒരിക്കലും വെറുതെ ഇരിക്കുകയല്ല, അവരെന്ത് ചെയ്യാണ്, ദേ ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഡ്യൂറിങ് ദിസ് റാൻഡം മോഷൻ ദേ മേ കൊളൈഡ് ഈച്ച് അതർ, അറ്റ് ദ സെയിം ടൈം ദേ മേ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ഇങ്ങനെ ഒരു മോളിക്യൂള് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവരിങ്ങനെ കറങ്ങാം അല്ലേ, ചിലപ്പം വേറൊരാളപ്പോൾ ഇടിക്കാം. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനുള്ളിലെ മോളിക്യൂൾസ് പല തരത്തിലുള്ള എനർജി പ്രൊസസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ഹാവ് കൈനറ്റിക് എനർജി, ഇറ്റ് മേ ഹാവ് പൊട്ടൻഷ്യൽ എനർജി, ഇറ്റ് മേ ഹാവ് വൈബ്രേഷണൽ എനർജി, ട്രാൻസ്ലേഷൻ എനർജി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന ടുഗദർ, ഓൾ ടുഗദർ ഉള്ള എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. നമ്മുടെ ഇന്റേണൽ സ്ട്രെങ്ത് പോലെ ഓരോ സിസ്റ്റവും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസ് കാണിക്കുന്ന ടോട്ടൽ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. So what is the definition of internal energy? It is a sum of different type of energies stored in the system. Okay, we can say that U എന്ന് എഴുതാം, അല്ലെങ്കിൽ E എന്നും എഴുതാം. So U is equal to E kinetic energy plus what comes E potential energy plus what comes E translational energy plus what comes E rotational energy. So whatever the energy is possessed by them, all together sum, അതിന് നമ്മൾ വിളിച്ച പേരാണ് കുട്ടികളെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സിസ്റ്റത്തിനും നമുക്കുള്ളതുപോലൊരു സ്ട്രെങ്ത് ഉണ്ട്, നമുക്കുള്ളതുപോലൊരു എനർജി ഉണ്ട്, അതിന് നമ്മൾ വിളിച്ച പേരാണ് ഇന്റേണൽ എനർജി. അപ്പോൾ നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്തു വെച്ചാലും അതിന് ഇന്റേണൽ എനർജി ഉണ്ട്. ഓക്കെ, നൗ ഈ ഇന്റേണൽ എനർജി ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഞാനിവിടെ വന്നിട്ട് പറയുകയാണ് എനിക്കൊരുപാട് ഇന്റേണൽ എനർജി ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ മാത്രമൊന്നല്ല, ഈ ലോകം അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്നെക്കാളും കൂടുതൽ എനർജിയുള്ള ചില ആൾക്കാരവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച് എനർജിയുള്ള ആൾക്കാരവിടെ ഉണ്ടാകാം, isn't it? പക്ഷെ എൻ്റെ ഇന്റേണൽ എനർജി എത്രയാണ് എക്സാക്ട്ലി എന്ന് മെഷർ ചെയ്യാനുള്ള സംവിധാനമൊന്നും നമുക്കില്ല, isn't it? പക്ഷേ ഞാൻ വേറൊരാളുമായിട്ട് എന്ത് ചെയ്യാം, എൻ്റെ എനർജി കമ്പയർ ചെയ്യാം. വി ക്യാൻ ഫൈറ്റ് ഈച്ച് അതർ ആൻഡ് അൾട്ടിമേറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ഹൂ വിൽ ബി ദ വിന്നർ ദെയർ. സിമിലർലി ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി എന്താണ് എന്ന് എക്സാക്ട് നമുക്ക് മെഷർ ചെയ്യുക ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. ബട്ട് when a system changes from one state to another, അവിടെ നടക്കുന്ന ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഇന്റേണൽ എനർജിയെ കുറിച്ച് നമ്മൾ അറിയിക്കേണ്ടത്. അപ്പോൾ ഒന്ന്, എന്താണ് ഇന്റേണൽ എനർജി? ഗിവ് മി ദ ആൻസർ സ്റ്റുഡൻസ്. വാട്ട് ഈസ് ഇന്റേണൽ എനർജി? It is a sum of all type of energy possessed by molecules present in a system, isn't it? It is a sum of kinetic energy, potential energy, rotational energy, vibrational energy, all together gives internal energy. And now the exact value, the absolute value of internal energy എത്രയാണെന്ന് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല.
ഒരാളെ വിളിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എടുത്തു വെച്ചിട്ട് അയാളുടെ എനർജി എത്രയാണെന്ന് കറക്റ്റായി മെഷർ ചെയ്യാൻ ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു മെഷർ ദി എക്സാക്ട് ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി ഓഫ് എനി സിസ്റ്റം. ബട്ട് when it changed from one condition to another condition, what the change happened, that can be identified. So these are the things what we need to do. See, we cannot determine the absolute value of internal energy. We can calculate only the change in internal energy. Means ഈ യു എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താ കുട്ടികളെ? We can find out delta U. What is delta U? Change in internal energy. So the absolute value of U cannot be measured, but we can measure change in internal energy, means delta U. അപ്പോൾ യുവിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, പകരം ഡെൽറ്റ യുവിനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് നൗ see what is the next speciality? It is a state function, and at the same time it's an extensive property. Try to understand all of you. It's a state function and also it is an example for extensive property. അപ്പോൾ എന്താണ് ഇന്റേണൽ എനർജി എന്നുള്ള കേസാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ആൻഡ് നൗ കുട്ടികളെ, ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തു വച്ചേക്കാണ്. ആ വെള്ളം ഞാൻ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. അപ്പോൾ ആ ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എനർജി ഈ വെള്ളത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ എനർജി എന്ത് ചെയ്യും? മാറും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇന്റേണൽ എനർജി നമുക്ക് മാറ്റാം. എങ്ങനെ? ബൈ ഗിവിങ് ഹീറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഹീറ്റ് കൊടുത്താൽ അയാളുടെ ഇന്റേണൽ എനർജി മാറും. സിമിലർലി നമുക്ക് വേറൊരു കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. നോക്കൂ കുട്ടികളെ, ഞാനിവിടെ ഒരു പിസ്റ്റൺ കൺസിഡർ ചെയ്യുകയാണ്. See, we have one piston here. ഈ പിസ്റ്റൺ ഇതാണ് നമ്മളുടെ ഗ്യാസ്, isn't it? ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വന്നിട്ട് ഈ പിസ്റ്റൺ, നമ്മുടെ സൈക്കിൾ പമ്പ് എടുക്കുക. ഈ സൈക്കിൾ പമ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ ശക്തമായിട്ട് ആ സൈക്കിൾ പമ്പ് താക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുകയാണ്? നമ്മൾ താക്കുമ്പോൾ നമ്മളുടെ എനർജി ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്, isn't it? സോ നമ്മളുടെ എനർജി സിസ്റ്റത്തിന് കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ എനർജി എന്ത് ചെയ്യും കുട്ടികളെ? കൂടും, isn't it? അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി എങ്ങനെയൊക്കെ മാറ്റാം എന്നാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് വെള്ളം ചൂടാക്കുന്ന കണക്ക് നമ്മൾ എന്ത് ചെയ്യുക? ചൂടാക്കുക ബൈ സപ്ലൈയിങ് ഹീറ്റ്. സെക്കൻഡ്, സൈക്കിൾ പമ്പ് താക്കുന്നത് പോലെ, isn't it? ബൈ ഡൂയിങ് വർക്ക്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ചൂടാക്കുക, ചിലപ്പോൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചെയ്യുക, isn't it? In these three possible manner we can change internal energy of a substance. Okay, so what is meant by internal energy? I have told you it is a sum of all kind of energy possessed by a system, isn't it? Now internal energy absolute value cannot be measured, but the change in internal energy can be measured. Now എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടറാണ് ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റേണൽ എനർജി മാറ്റുന്നത്, isn't it? തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ഒരു വസ്തുവിനെ ചൂടാക്കിയാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി മാറാം. നമ്മളുടെ ഒരു വസ്തുവിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇന്റേണൽ എനർജി മാറാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേണൽ എനർജി മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ എനർജി ഇക്കാര്യങ്ങളൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തത് നമ്മൾ പറഞ്ഞത് ഇന്റേണൽ എനർജി എങ്ങനെ മാറ്റാമെന്നാണ് പറഞ്ഞത്? ഹീറ്റ് വെച്ച്. അപ്പം നമുക്ക് അടുത്ത ടൈമിനെ കുറിച്ച് സംസാരിക്കാം, ഹീറ്റ്. അത് കഴിഞ്ഞിട്ട് isn't it? വർക്ക്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പോകേണ്ടത് ഹീറ്റ് ആൻഡ് വർക്ക് എന്ന പുതിയ രണ്ട് ടേംസിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്റേണൽ എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാൾക്കാരാണുള്ളത്. ഒന്ന് ഹീറ്റ്, രണ്ടാമത്തെ ആൾ വർക്ക് ഡൺ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഹീറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കൂ, ഇന്റേണൽ എനർജി നമ്മൾ ഉപയോഗിച്ച റെപ്രസെൻറ്റേഷൻ യു ആണ്, എന്നാൽ ഹീറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യൂ ആണ്. ഓക്കെ, ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അപ്പം നമുക്ക് ഹീറ്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്, നോക്കൂ കുട്ടികളെ, ഹീറ്റിൻ്റെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് നെഗറ്റീവ് വാല്യൂ, രണ്ടാമത്തത് പോസിറ്റീവ് വാല്യൂ. സി ഹിയർ ഓൾ ഓഫ് യു. ഒന്ന് നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ.
അപ്പം നിങ്ങളൊരു വെള്ളം എടുത്ത് ചൂടാക്കുകയാണ്. ചൂടാക്കുന്നു എന്ന് പറയുമ്പോൾ ഹീറ്റ് കൊടുക്കുകയാണ്. ആർക്ക് കൊടുക്കുകയാണ്? സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ എനർജി കൂടുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. അതിന് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് സൈൻ ആണ്. ഓക്കെ, എന്നാൽ ഒരിടത്തുനിന്ന് എനർജി പുറത്തേക്ക് വരുന്നു, ഹീറ്റ് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ പോസിറ്റീവ്, അതിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് വരികയാണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് എക്സോതെർമിക് എന്ന ടേമും എൻഡോതെർമിക് എന്ന ടേമും. എക്സോതെർമിക് എന്ന് പറയുന്നത് എനർജി റിലീസിങ് പ്രോസസ്സാണ്. അവിടെ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ കെമിസ്ട്രി energy release, energy comes out means negative value. So energy released, heat released, negative, don't forget. അതുകൊണ്ടാണ് നമ്മൾ എക്സോതെർമിക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, എൻഡോതെർമിക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താ കുട്ടികളെ? നെഗറ്റീവ് സൈൻ ആണ്. എൻഡോതെർമിക് എനർജി നമ്മൾ കൊടുക്കണം, ഹീറ്റ് നമ്മൾ കൊടുക്കണം, isn't it? അപ്പോൾ അവിടുത്തെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് സൈൻ്റെയും പോസിറ്റീവ് സൈൻ്റെയും ആ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇത് ഫിസിക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സിൽ ഹീറ്റ് റിലീസ് എന്ന് പറയുന്നത് പോസിറ്റീവും ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് അപ്രോച്ചാണ്. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സിസ്റ്റത്തിനാണ്, സിസ്റ്റത്തിൻ്റെ എനർജിക്കാണ്. Okay, but physics gives more priority for surrounding. That's the basic difference. Okay, so please try to understand. In thermodynamics, heat can have two values, either negative or positive. Negative means heat released by the system, means exothermic. Okay, positive means heat absorbed by the system, means endothermic. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട്. സി -30 കിലോ ജൂൾ എനർജി ആണ് അവിടെ ഉണ്ടായത്. ഈ -30 എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുക ഇത്രയും 30 കിലോ ജൂൾ എനർജി അവരെന്ത് ചെയ്തടേ? നോക്കൂ, അവർ റിലീസ് ചെയ്തു. ഹൗ മച്ച് റിലീസ്ഡ്? 30 കിലോ ജൂൾ എനർജി റിലീസ്ഡ്. 30 കിലോ ജൂൾ എനർജി എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. പക്ഷേ റിലീസ് ചെയ്ത് എങ്ങോട്ടേക്കാണ്? സറൗണ്ടിങ്ങിലേക്കാണ് റിലീസ് ചെയ്തത്. അപ്പോൾ സിസ്റ്റത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട എനർജി എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിന്റെ നേട്ടമാണ്. ഓക്കെ, മീൻസ് ദ ഹീറ്റ് റിലീസ്ഡ് ബൈ എ സിസ്റ്റം ഇസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സറൗണ്ടിങ് എന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, നോക്കൂ, dq ഈക്വൽസ് -30 എന്ന് പറഞ്ഞിട്ടുണ്ട്. -30 എന്ന് പറയുമ്പോൾ ഹീറ്റ് റിലീസ്ഡ് ഈസ് 30. നോക്കൂ, ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ഈസ് -30. Isn't it? And what is surrounding? എന്ത് ചെയ്യുക? സറൗണ്ടിങ് അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. എത്ര അബ്സോർബ് ചെയ്തു? നോക്കൂ, ഹിയർ യു ക്യാൻ സീ ദാറ്റ് +30. ഓക്കെ, സോ പ്ലസ് മീൻസ് അബ്സോർബ് ആൻഡ് മൈനസ് മീൻസ് റിലീസ്. ആൻഡ് ഇവിടെ നമുക്ക് റിലേഷൻ കാണാം. നമ്മളുടെ നഷ്ടം എന്താണോ അത് സറൗണ്ടിങ്ങിൻ്റെ നേട്ടമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ് ഓഫ് സിസ്റ്റം ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഹീറ്റ് ഓഫ് സറൗണ്ടിങ്. ഇപ്പോൾ നിങ്ങളിൽ നിന്നും -30 അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും 30 നഷ്ടപ്പെട്ടാൽ ആ 30 ആര് വാങ്ങുകയാണ്? സറൗണ്ടിങ് വാങ്ങുകയാണ്. ലീവ് ദോസ് പോയിന്റ്. നമുക്ക് ഇവിടെ അറിയേണ്ടത് ഏറ്റവും ആദ്യത്തത് ഹീറ്റ് എന്നുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Q വെച്ചിട്ടാണ്. ക്യൂവിന് 2 വാല്യൂസ് ആണ് വരുന്നത്. ഒന്ന് നെഗറ്റീവ് വാല്യൂ, രണ്ടാമത്തത് പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് മീൻസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം, എക്സോതെർമിക്, ആൻഡ് പോസിറ്റീവ് മീൻസ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ സിസ്റ്റം, മീൻസ് എൻഡോതെർമിക്. Remember that. Okay, and always loss of heat from system is equal to the gain of heat by the surrounding. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്റേണൽ എനർജി 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആരാണ്? ഈ ഹീറ്റിനെ. രണ്ടാമത്തെ ആൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞു? വർക്ക് ഡൺ. നോക്കൂ, നമുക്ക് whenever we are talking about work done by system, നമുക്ക് പലതരത്തിലുള്ള വർക്ക് ഡൺ വരാം. So we may have different kind of work done. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർക്ക് ഡണ്ണിന് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രഷർ വോളിയം വർക്ക് ഡണ്ണും അല്ലെങ്കിൽ PV വർക്ക് ഡണ്ണും നോൺ PV വർക്ക് ഡണ്ണും. ഇപ്പോൾ നമ്മളൊരു ബാറ്ററി എടുത്തു. ബാറ്ററിയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വർക്ക് കിട്ടുന്നുണ്ട്.
അതൊരു പ്രഷർ വോളിയം വർക്കല്ല. അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഡ്രോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഒരു പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യാണ്? താഴ്ത്തുന്നു. അവിടെ എന്ത് വർക്കാണ്? പ്രഷർ വോളിയം വർക്കാണ്. ഇസൻ ഇറ്റ്? അപ്പോൾ വർക്ക് ഡബ്ല്യു ഇസൻ ഇറ്റ് രണ്ട് തരത്തിൽ വരാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാറ്ററിയിൽ നിന്ന് നമ്മൾ കറണ്ട് ഡ്രോ ചെയ്യുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി കുറഞ്ഞു പറ്റും. കാരണം അതിൽ നമ്മൾ എനർജി എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇസൻ ഇറ്റ്? അപ്പോൾ വർക്ക് ഡൺ എന്നുള്ളത്, സോ വർക്ക് ഡൺ നമ്മൾ ഉപയോഗിക്കുന്നത് ഡബ്ല്യു എന്ന ടേമാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു ഡബ്ല്യു. രണ്ട് തരത്തിലുള്ള വർക്ക് ഡൺ ഉണ്ട്. നോൺ പി വി വർക്ക് ഡണ്ണും ഉണ്ട്. സിമിലർലി വി ഹാവ് പി വി വർക്ക് ഡണ്ണും ഉണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നോൺ പി വർക്ക് ഡൺ. ഉദാഹരണം ഒരു ബാറ്ററിൻ്റെ കേസിൽ, ഇസൻ ഇറ്റ്? ബാറ്ററിൻ്റെ കേസ് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കറണ്ട് ഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്നാണ്. അത് വി ഐ ടി, ദാറ്റ് വിൽ സ്റ്റഡി ഇൻ നെക്സ്റ്റ് ഇയർ ഇലക്ട്രിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കും. സോ വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് പാർട്ട്. വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രഷർ വോളിയം വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൗ വി കാൽക്കുലേറ്റ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ കണ്ടുപിടിക്കുക. എന്നാൽ ഇതിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിനെ മാറ്റിയിട്ട് വിൽ റൈറ്റ് ആസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിക്കൊണ്ടുവരും? നമ്മൾ പി ഡെൽറ്റ വി എന്ന് എഴുതിക്കൊണ്ടുവരും. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നോക്കൂ, നമ്മൾ പറഞ്ഞു വരുന്നത് വർക്ക് ഡണ്ണിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വർക്ക് ഡണ്ണും ഹീറ്റിനെ പോലെ തന്നെ രണ്ട് വാല്യൂസ് ആണ് അയാൾക്ക് അലൗഡ് ആയിട്ടുള്ളത്. ഒന്ന് പോസിറ്റീവ് വാല്യൂ, രണ്ട് നെഗറ്റീവ് വാല്യൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യുവർ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. നമ്മൾ എന്ത് ചെയ്യുക? സിലിണ്ടർ സൈക്കിളിൻ്റെ പമ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് നാക്കുന്നു. മീൻസ് നമ്മൾ നമ്മളുടെ എനർജി സൈക്കിൾ പമ്പിൽ കൊടുക്കുന്നു. മീൻസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സൈക്കിൾ പമ്പ് എന്ത് ചെയ്തു? കംപ്രസ് ചെയ്തു. സോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം മീൻസ് ഓർ എൽസ് കോൾഡ് കംപ്രഷൻ. ഓക്കെ, നൗ സൈക്കിൾ പമ്പ് തിരിച്ചു വരുന്നു. വാട്ട് ഹാപ്പൻ? അല്ലേ, സൈക്കിൾ പമ്പ് വർക്ക് ചെയ്യുന്നത് എക്സ്പാൻഷൻ ആണ്. സോ നമുക്ക് രണ്ട് തരത്തിലുള്ള വർക്ക് ഡൺ ഉണ്ട്. വർക്ക് ഡൺ ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. Isn't it? Positive means work done on the system. Okay, so work done on the system, work done on the system. And what about negative? Work done by the system, work done by the system. Isn't it? Next, work done on the system means compression. Work done by the system means expansion. So here expansion, here expansion. What comes here? Compression. So try to understand all of you. നോക്കൂ, നമുക്ക് വർക്ക് ഡൺ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് നെഗറ്റീവ്, രണ്ടാമത്തത് പോസിറ്റീവ്. Isn't it? Negative means work done by the system. It's expansion. Remember, expansion means negative. Compression means positive. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് പഠിച്ചു. നോക്കൂ, ഇന്റേണൽ എനർജി ആരെല്ലാമാണ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇന്റേണൽ എനർജി നമുക്ക് മാറ്റാം, ഒന്നുകിൽ ചൂടാക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിലോ വർക്ക് ഡൺ ചെയ്ത് മാറ്റാമെന്ന് നമ്മൾ പറഞ്ഞു. Isn't it? ചൂടാക്കിയും മാറ്റാം, വർക്ക് ഡൺ ചെയ്ത് നടത്താം. അപ്പോൾ എന്താണ് ഹീറ്റ് നമ്മൾ കണ്ടു, എന്താണ് വർക്ക് ഡൺ നമ്മൾ കണ്ടു. Isn't it? Definitely നോക്കൂ, ഞാനിവിടെ പറഞ്ഞു W is equal to force into displacement, അല്ലെങ്കിൽ W is equal to P delta V. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓൺ ദ വേ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി വർക്ക് ഡണ്ണിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വർക്ക് ഡണ്ണിൽ നമുക്ക് നോക്കാം, ഞാനിവിടെ റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാട്ടർ സോളിഡ് ചേഞ്ചസ് ടു വാട്ടർ ലിക്വിഡ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ സൈൻ എന്താണ്? ഇവിടുത്തെ വർക്ക് ഡൺ ഇസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? തീർച്ചയായിട്ടും നമുക്ക് ആദ്യമുള്ളത് സോൾഡ് ആണ്, അല്ലേ? സോൾഡ് ആരായി മാറുകയാണ്? ലിക്വിഡായി മാറുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ദർ അൾട്ടിമേറ്റ്ലി? ഇറ്റ്സ് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വർക്ക് ഡണ്ണിൻ്റെ സൈൻ അത് നെഗറ്റീവ് ആണ്. സോ ഇൻ ദിസ് കേസ് യു ക്യാൻ സീ ദാറ്റ് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഓക്കെ,
എന്തുകൊണ്ട്? ബിക്കോസ് എക്സ്പാൻഷൻ ഹാപ്പൻസ് ദെയർ. അതുപോലെ ഞാൻ അടുത്ത് വീണ്ടും ഒന്ന് എഴുതുന്നു. നോക്കൂ, ഹിയർ ഐ ക്യാൻ റൈറ്റ് നെക്സ്റ്റ് വി ഹാവ് H2O, അവിടെ ലിക്വിഡ് ആണ്. ഓക്കെ, ആൻഡ് ഗിവ്സ് യു വാട്ട് യു ഗെറ്റ് ദെയർ, യു ആർ ഗെറ്റിംഗ് H2O ഗ്യാസ്. നൗ യു ടെൽ മീ വാട്ട് ഈസ് ദിസ്? ഈസ് ഇറ്റ് എ കേസ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്? കുട്ടികൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യം വാട്ടർ ലിക്വിഡാണ് ഉണ്ടായിരുന്നത്. ആൻഡ് റൈറ്റ് നോ ദിസ് ലിക്വിഡ് എന്തായി മാറി? ഗ്യാസ് ആയിട്ട് മാറി. അപ്പോൾ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്. അവിടെ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക? എക്സ്പാൻഷനിലേ നടക്കുക. കാരണം വോളിയം കൂടുകയല്ലേ. വോളിയം കൂടുന്നു എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ നടക്കുകയാണ്. ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. സോ വർക്ക് ഡൺ ഇൻ ദിസ് കേസ് ഓൾസോ വി ഹാവ് നെഗറ്റീവ്. നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ഓക്കെ, സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അയാളുടെ സൈൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്? 2 എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു. ആദ്യത്തത് സോളിഡ് ആരായി മാറുകയാണ്, കാർബൺ ഡയോക്സൈഡ് സോളിഡ് ആരായി മാറുന്നു, വാട്ടർ ലിക്വിഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സോളിഡ് ടു ലിക്വിഡ് ആണ്. വോളിയം എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ആൻഡ് സിമിലർലി ഇൻ ദിസ് കേസ് യു ക്യാൻ സീ ദാറ്റ് വാട്ടർ ലിക്വിഡ് ആരായി മാറി, വാട്ടർ ഗ്യാസ് ആയി മാറി. സോ ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? വോളിയം ഒരുപാട് കൂടുകയാണ്. വോളിയം ഒരുപാട് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? there we get expansion again. So the work done during expansion is a negative. So the answer in this case is a negative. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്റേണൽ എനർജീനെ ആരൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞു? വർക്കും ഹീറ്റും. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സിസ്റ്റത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. നോക്കൂ, വെൻ ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ഈസ് ഇൻവോൾവ്, നമ്മളൊരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് വി ഹാവ് എ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു. തീർച്ചയായും നിങ്ങൾക്കറിയാം ഈ സിസ്റ്റത്തിന് ഒരു ഇൻറ്റേർണൽ എനർജി ഉണ്ടാകും. ലെറ്റ് മീ സേ ദാറ്റ് ഇയാളുടെ ഇൻറ്റേർണൽ എനർജി U1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇൻറ്റേർണൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം? 2 തരത്തിൽ മാറ്റാം. ഒന്ന് ഹീറ്റ് കൊടുത്തിട്ട്, 2 വർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ആദ്യം ഇയാൾക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ്. സി വാട്ട് ഐ ആം ഗിവിങ് ഹിയർ, ഞാൻ ഇവിടെ താഴെ കൊണ്ടുവച്ച് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ ഞാൻ കുറച്ച് ഹീറ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഞാൻ കൊടുത്ത ഹീറ്റ് എത്രയാണ്? Q ആണ്. തീർച്ചയായിട്ടും ഇയാളുടെ ഇൻറ്റേർണൽ എനർജി കൂടും അല്ലേ? ഇയാളുടെ ഇൻറ്റേർണൽ എനർജി ആദ്യം എത്രയായിരുന്നു? U1. ഇപ്പം ഞാൻ കൊടുത്ത എത്രയാണ്? Q. അപ്പോൾ ഫൈനൽ എന്തായിരിക്കും? U1 + Q ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചൂടാക്കിയപ്പോൾ ഇപ്പോൾ ഇയാളുടെ ഇൻറ്റേർണൽ എനർജി റൈറ്റ് നൗ യു ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ ഉള്ള ഇയാളുടെ ഇൻറ്റേർണൽ എനർജി U1 + Q. ഇതാണ് അയാളുടെ ഇപ്പോഴത്തെ ഇൻറ്റേർണൽ എനർജി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് നോക്കൂ. നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ഒരിക്കലും ഹീറ്റ് ചെയ്ത് മാത്രമല്ല, നമുക്ക് അയാൾ വർക്ക് ചെയ്യാം. സോ വാട്ട് ഐ ആം ഡൂയിങ് നെക്സ്റ്റ്, ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ പോയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ എനർജി വർക്കായിട്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ അഗെയിൻ വിത്ത് ഇന്റേണൽ എനർജി ഓഫ് ഒരു സിസ്റ്റം? കൂടും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നടന്നു പോവാണ്, ഒരാൾ ഒരൊറ്റ അടി നിങ്ങൾക്ക് തരികയാണ്. സി, അയാൾ അടിക്കുന്നു, അയാളുടെ വർക്ക് നിങ്ങളുടെ മുകളിൽ ചെലുത്തുന്നു അല്ലേ? അപ്പോൾ അയാളുടെ എനർജി കുറയുന്നു, നിങ്ങളുടെ എനർജി കൂടുന്നു. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. സോ വി ഹാവ് ഡൺ സം വർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാളുടെ ഫൈനൽ എനർജി എന്ന് പറയുന്നത് യു ക്യാൻ സീ ദാറ്റ് ദ ഫൈനൽ എനർജി വിൽ ബി U1 + Q + W. U1 + Q + W. നോക്കൂ, വൺസ് അഗെയിൻ നമുക്കറിയാം ഒരു സബ്സ്റ്റൻസിൻ്റെ ഇൻറ്റേർണൽ എനർജി നമുക്ക് 2 രീതിയിൽ മാറ്റാം. ഒന്ന് ചൂടാക്കി, 2 അയാൾ വർക്ക് ചെയ്തുകൊണ്ട്. സോ ആദ്യം ഞാൻ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി U1 ആണ്. ഞാൻ ഇയാൾക്ക് ഹീറ്റ് കൊടുത്തു. എത്ര കൊടുത്തു? Q കൊടുത്തു. സോ ഇയാളുടെ ഇൻറ്റേർണൽ എനർജി കൂടി. വാട്ട് ഈസ് ദ ഇൻറ്റേർണൽ എനർജി റൈറ്റ് നൗ? U1 + Q. വീണ്ടും ഞാൻ അയാളിൽ വർക്ക് ചെയ്തു. സോ അഗെയിൻ ഞാൻ എനർജി കൊടുത്തു. വാട്ട് ഈസ് ഫൈനൽ ഇൻറ്റേർണൽ എനർജി? U1 + Q + W. അപ്പോൾ ഫൈനൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന U2 ആണ്. U2 ഈസ് ഈക്വൽ ടു U1 + Q + W.
So final internal energy is equal to U2 is equal to U1 plus Q plus W. കുട്ടികൾ നമുക്കറിയാം നമ്മൾ ഇന്റേണൽ എനർജി ഡെഫിനിഷൻ പഠിച്ചതാണ്. ഇന്റേണൽ എനർജി ഡെഫിനിഷൻ പ്രകാരം ഒരിക്കലും എക്സാക്ട് വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി കനോട്ട് ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ U2ന്റെ യഥാർത്ഥ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയത്തില്ല, U1 നമുക്കറിയത്തില്ല, ബട്ട് ദ ചേഞ്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. So what do you see? U2 minus U1 is equal to Q plus W. So that U2 minus U1 means change in internal energy. So what we can write there? Delta U is equal to Q plus W. This is what we have the equation over here. Okay? അതാണ് നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നോക്കൂ, W ഈക്വൽസ് ദേ ഹാവ് റിട്ടൺ മൈനസ് പി ഡെൽറ്റ വി. എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നുള്ളത് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നോക്കൂ, ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു ഓർ ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ മൈനസ് പി ഡെൽറ്റ വി. എനിക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാരണം വർക്ക് ഡൺ എന്നുള്ളത് രണ്ട് തരത്തിലും നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് നോൺ പ്രഷർ വോളിയം വർക്ക്, അനദർ വൺ ഈസ് പ്രഷർ വോളിയം വർക്ക്. അപ്പോൾ ഇത് പ്രഷർ വോളിയം വർക്കിൻ്റെ എക്സ്പ്രഷനാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, വർക്ക് ഡണിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടെ നിൽക്കട്ടെ, അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു. കുട്ടികളെ, നമ്മൾ ഈ ഇക്വേഷൻ പറയുന്നത് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സി വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എനർജി cannot be created nor be destroyed, but one form of energy can be converted into another form. You have studied an equation, we studied the statement. See, what is law of conservation of energy, isn't it? That's what first law of thermodynamics. Please try to understand. What is first law of thermodynamics? Law of conservation of energy, isn't it? Energy cannot be created nor be destroyed, but one form of energy can be transformed into another form. See the statement we have, it is the law of conservation of energy. According to its energy remains conserved, it can transform from one form to another. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ കാണുന്ന ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു, ഇസ്ന്റ് ഇറ്റ്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇയാളുടെ എനർജി U1 ആയിരുന്നു, അതിലേക്ക് നമ്മൾ ചൂടാക്കി. അപ്പോൾ ചൂടാക്കിയപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടത് നമ്മൾ കൊടുത്ത ഹീറ്റ് Q ആണ്. നമ്മൾ കൊടുത്ത ഹീറ്റ് വേറെങ്ങും പോയിട്ടില്ല. ആ ഹീറ്റ് ആര് വാങ്ങി? നമ്മുടെ സിസ്റ്റം വാങ്ങി. വാട്ട് ഈസ് എനർജി റൈറ്റ് നൗ? Right now energy is U1 plus Q. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? അയാളുടെ നമ്മൾ വർക്ക് ചെയ്തു, നമ്മൾ കൊടുത്ത വർക്ക് W, അയാൾ വാങ്ങിയത് W. സോ അപ്പോൾ അയാളുടെ എനർജി വീണ്ടും കൂടി. വാട്ട് ഈസ് ദ ഫൈനൽ എനർജി ഓവർ ദെയർ? ഇറ്റ്സ് U1 plus Q plus W. അല്ലേ? അതിനെയല്ലേ നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഈ രൂപത്തിൽ എഴുതിയത്. സോ ദിസ് ഈസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ചിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും യു മേ ആസ്ക്, സർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മാത്രമേ ഉള്ളൂ, അത് അതിന് മുന്നേ വേറെ വല്ല ലോസ് ഉണ്ടോ? വി ഹാവ് വൺ മോർ ലോ. വാട്ട് ഈസ് ദാറ്റ് കോൾഡ്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സി ടു ദാറ്റ്, എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഓക്കെ, വേറൊന്നുമില്ല, നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുത്തു. This substance A, it's in thermal equilibrium with another substance B. ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു, ഇയാളുടെയും എന്താണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതേസമയം തന്നെ B എന്ന് പറയുന്ന ബോഡി, or else let's say A is in thermal equilibrium with another body, let's say it is a C. So A is in thermal equilibrium with B and C, then B and C themselves will be in thermal equilibrium. ഇതാണ് ആര് പറഞ്ഞത്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഹീറ്റ് എന്താണ് സെയിം ആണെങ്കിൽ ഒരിക്കലും അവിടെ എന്തില്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ബിക്കോസ് ഓൾറെഡി അവർ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്.
അപ്പോൾ നോക്കൂ, ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ഇസന്റ് ഇറ്റ്? അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഏതെങ്കിലും അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. എന്താണ് അയാളുടെ പേര്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞത്. ഇഫ് എ ബോഡി എ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബോഡി ബി ആൻഡ് സി, body B and C, then body B and C are also in thermal equilibrium. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. നമ്മൾ നടുക്കൊരു ബോഡി വെച്ചിരിക്കുകയാണ്, എ ആണ്. ഓക്കെ, എ എന്ത് ചെയ്യുന്നു? അപ്പുറത്ത് ബിയുമായിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടും പരസ്പരം എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് ആര് പറഞ്ഞത്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല. ഇഫ് ടു ബോഡീസ് ഹാവ് എ സെയിം ടെമ്പറേച്ചർ ആൻഡ് ദർ വിൽ ബി നോ ഹീറ്റ് എക്സ്ചേഞ്ച്. സോ ദിസ് ഈസ് ആക്ച്വലി നിങ്ങളെല്ലാവരും അറിയുന്ന നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസ്, നിങ്ങളെല്ലാവരും അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ തെർമോഡൈനാമിക്സിലൂടെ കാണുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. നോക്കൂ കുട്ടികളെ, സി വിത്ത് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. നമ്മൾ പലതരത്തിലുള്ള കേസസ് കണ്ടിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏത് കേസാണെന്ന് ചോദിച്ചാൽ ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, cyclic process, isn't it? Then we have a reversible process. ഇങ്ങനെയുള്ള കേസ് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഐസോതെർമൽ പ്രോസസ്സിലേക്ക് നമുക്കൊന്ന് വരാം. എന്താണ് ഈ ഐസോതെർമൽ പ്രോസസ്? You forget? Isothermal process means during the process temperature of the system remains constant and heat is allowed to exchange with the surrounding. Okay, so I'll just write that once again. See, isothermal process. So we are talking about isothermal process. In isothermal process, you know, delta T is equal to 0, and at the same time heat exchange is allowed. Heat exchange Q is not equal 0. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അയാളുടെ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി 0 ആയതുകൊണ്ട് ഡെൽറ്റ യു എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷനിലേക്ക് വരാം. ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു. സോ അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, or else you can write Q plus W is equal to 0, or else you can see that Q equals minus W. So please remember, work done in isothermal process, W is equal to minus Q. Okay, so we are talking about first law of thermodynamics. അത് നമ്മൾ ഐസോതെർമൽ കേസിൽ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഐസോതെർമൽ? Isothermal means the process which take place at a constant temperature. അപ്പോൾ ഡെൽറ്റ ടി 0 ആണ്. അറ്റ് ദ സെയിം ടൈം ഹീറ്റ് എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം. ഹീറ്റ് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ ക്യൂ ഒരിക്കലും 0 അല്ല. ക്യൂ നോട്ട് ഈക്വൽ 0. സോ ഹിയർ വി അപ്ലൈ ഡെൽറ്റ യു 0 ആണ്. ടെമ്പറേച്ചർ 0 ആയതുകൊണ്ട്. നോ, ഡെൽറ്റ ടി 0 ആയതുകൊണ്ട് ഡെൽറ്റ യു എന്താണ്? 0 ആണ്. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. സോ ഓൺ റീഅറേഞ്ചിങ് യു വിൽ ബി ഗെറ്റിംഗ് Q is equal to minus W, or we have W is equal to minus Q. This is for isothermal process. Okay. Similarly, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഐസോതെർമൽ. രണ്ടാമത് അവിടെ തന്നെ നമ്മൾ വേറൊരാളെ നമ്മൾ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടാവും എല്ലാവരും? അഡിയബാറ്റിക് പ്രോസസ്. So you know what is adiabatic process? So you know what is adiabatic process? അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഐസോതെർമലിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ? എന്താ ഐസോതെർമലിൽ? ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. പക്ഷേ അഡിയബാറ്റിക്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ല. എന്താ ഐസോതെർമലിൽ? ഹീറ്റ് എക്സ്ചേഞ്ച് അലൗഡ്. ബട്ട് എന്താ അഡിയബാറ്റിക്കിൽ? ഹീറ്റ് എക്സ്ചേഞ്ച് അലൗഡ് അല്ല. സോ ലെറ്റ്സ് റൈറ്റ് ദെയർ ഇൻ കേസ് ഓഫ് അഡിയബാറ്റിക്. സോ ഇൻ ദ കേസ് ഓഫ് അഡിയബാറ്റിക്, ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദിസ്. വി നോ Q is Q is equal to 0 because adiabatic എന്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് അലൗഡ് അല്ല. അപ്പോൾ Q equal 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് അപ്ലൈ ഓൺ ദിസ് ഇക്വേഷൻ. വാട്ട് വി ഹാവ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q plus W and this is equal to 0. So what you can write? W is equal to delta U.
നോക്കൂ, ഐസോതെർമലിൽ W is equal to minus Q. Okay, but in adiabatic, W is equal to delta U. Please remember this. So isothermal over, isn't it? Adiabatic is over. Similarly, let us apply the same concept in what we say isochoric process. There also we can see. So in case of isochoric, you know what is isochoric process? So what is next? We have isochoric process. Try to understand എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോകോറിക് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എടുത്ത് അങ്ങോട്ടേക്ക് വയ്ക്കാം. നോക്കൂ, വി വിൽ ബി ഗെറ്റിംഗ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി, ആൻഡ് ദിസ് ടേം ഈസ് 0 റൈറ്റ് നൗ. If that term is 0, again what you can write, delta U is equal to Q. Okay, so what is this process? This is a isochoric process. Similarly, let us think about cyclic process. So whenever we are talking about the cyclic process, let's see to that. So in the case of cyclic process, what we have you know what is cyclic process? നിങ്ങൾ എല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്താണ് സൈക്ലിക് പ്രോസസ് എന്ന് ചോദിച്ചാൽ ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ എത്തുകയാണ്. ഇവിടെയുള്ള പ്രത്യേകത ഒരിക്കലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഫങ്ഷൻസിനൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. ആരൊക്കെയാണ് സ്റ്റേറ്റ് ഫങ്ഷൻ, ആരൊക്കെയാണ് പാത്ത് ഫങ്ഷൻ നമുക്കറിയാം. W ആൻഡ് Q ആർ പാത്ത് ഫങ്ഷൻ. അവർ രണ്ടും ഒരിക്കലും ഇവിടെ 0 അല്ല. ബട്ട് എല്ലാ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്താണ്, 0 ആണ്. So all state functions are 0, means in this case delta U is equal to 0. Not only that, delta H is equal to 0, delta G is equal to 0. So we are interested only with the delta U. Delta U equals 0. But at the same time, you know that Q, path function, Q comma W, this is not equal to 0. Apply this thing in our first law of thermodynamics, isn't it? So by applying first law of thermodynamics, we can write there delta U equals 0. So delta U is equal to Q plus W. Delta U is 0. Then we'll be getting Q is equal to minus W. Okay, all of you. So please try to remember what all we discussed here. First of all, we're discussing about definitely നമുക്കറിയാം നമ്മൾ ഐസോതെർമലിനെ കുറിച്ച് പറഞ്ഞു, isn't it? And after that we discussed about adiabatic. Okay, after that we discussed about isochoric process. Then we discussed about cyclic process. ഇവിടൊക്കെ നമ്മൾ ആരെ അപ്ലൈ ചെയ്തത്, നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, നൗ ലെറ്റ്സ് കം ബാക്ക് അഗെയിൻ. അപ്പം നമ്മൾ ഓൾറെഡി എല്ലാ ബേസിക് ടേംസും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ട് നമുക്ക് 4 തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒന്ന് വർക്ക് ഡൺ, 2 എൻതാൽപ്പി, ദെൻ വി ഹാവ് എൻട്രോപ്പി, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ അതിൽ ആദ്യത്തെ വർക്ക് ഡണ്ണിൻ്റെ കേസിലേക്ക് വരികയാണ്. വർക്ക് ഡണ്ണിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡണ്ണിന് 2 വാല്യൂസാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് നെഗറ്റീവ് വാല്യൂ, രണ്ടാമത്തത് പോസിറ്റീവ് വാല്യൂ. അതിൽ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, isn't it? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്ക് ഡൺ ആണ്, കംപ്രഷൻ ആണ്. ബട്ട് നെക്സ്റ്റ് വി ഹാവ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, മീൻസ് എക്സ്പാൻഷൻ ആണ്, അത് നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. ഓക്കെ, സോ നെഗറ്റീവ് വർക്ക് ഡൺ എക്സ്പാൻഷൻ, പോസിറ്റീവ് വർക്ക് ഡൺ കംപ്രഷൻ. ഓക്കെ, മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാൻ എഴുതിയത് W is equal to minus P delta V എന്ന് എഴുതിയിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഈ മൈനസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല കുട്ടികളെ, അത് എക്സ്പാൻഷൻ ആയതുകൊണ്ടാണ്. ഇപ്പോൾ എപ്പോഴും മൈനസ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി എക്സ്പാൻഷൻ പറയുമ്പോൾ കംപ്രഷനാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, അതായത് ഈ ഒരു പിസ്റ്റൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനിഷ്യലി അവരിരുന്ന അവസ്ഥ ഇവിടെയാണ്. So initial condition they are shown here only up to here. Let me say that this point A. അപ്പോൾ ഈ A എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ആദ്യം പിസ്റ്റൺ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അയാൾ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് അയാൾ എവിടേക്ക് എത്തി, B എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്നു. അപ്പോൾ തീർച്ചയായും അങ്ങനെ വരണമെങ്കിൽ
അവിടെ ഒരു വർക്ക് ഡൺ നടക്കണം, isn't it? And you know what is the work done expression? We have W is equal to force into displacement. So we can write minus F into dx. അപ്പോൾ എന്തുകൊണ്ട് ഈ മൈനസ് വന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു what is the reason behind that, why minus came there. മൈനസ് വരാനുള്ള കാരണം അത് എക്സ്പാൻഷനെ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ, പറഞ്ഞില്ല. ഇനി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് പ്രഷർ ഈസ് ഈക്വൽ ടു, വി ഹാവ് സ്റ്റഡീഡ് വൺ റിലേഷൻ, pressure is equal to force by area, or else you can write F is equal to pressure into area. നമുക്ക് എഴുതാം pressure into area. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷനെ ഇങ്ങനെ എഴുതാം, W is equal to മൈനസ് ഫോഴ്സിന് പകരം we have pressure into area into what comes there dx. അപ്പോൾ ഈ ഏരിയയും അതുപോലെ dxഉം അത് രണ്ടുകൂടെ ചേരുമ്പോൾ നമുക്കറിയാം എന്താണ് ഏരിയ, അതിൻ്റെ കൂടെ ഒരു ഡയമെൻഷൻ ആഡ് ചെയ്യുമ്പോൾ അത് വോളിയമായി മാറും. സോ വാട്ട് യു ക്യാൻ റൈറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, W is equal to, isn't it, minus P delta V, minus P delta V. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ചെറിയ വർക്ക് ഡൺ ആണ്, അതുകൊണ്ട് ബെറ്റർ നമുക്ക് DW. സോ here also DW, here also DW. So we have got the equation DW is equal to minus P delta V. സോ dW is equal to minus P delta V. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ P delta V വന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, isn't it? അപ്പോൾ സോ ഡെഫിനറ്റ്ലി യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു പ്രഷർ വോളിയം വർക്ക് ഡണിലുള്ള എക്സ്പാൻഷൻ ആണ് നമ്മൾ യൂസിച്ചിരിക്കുന്നത്. dW is equal to minus P delta V. ഓക്കെ, ആൻഡ് നൗ നോക്കൂ, നമുക്ക് ഇവിടെ ഒരു തന്നിരിക്കുന്നത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണെന്ന് വിചാരിക്കുക, ആൻഡ് ഒരു ഐസോതെർമൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇക്വേഷൻസ് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഐസോതെർമൽ റിവേഴ്സിബിൾ വർക്ക് ഡണിലുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. സി വി ഹാവ്, നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്, DW is equal to minus PdV. പക്ഷെ നമുക്ക് ഈ DW എന്ന് പറയുന്നത് ചെറിയൊരു വർക്ക് ഡൺ ആണ്. അതായത് നമ്മുടെ പിസ്റ്റൺ, നേരത്തെ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ പിസ്റ്റൺ ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു വർക്ക് ഡൺ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ വേണം. അപ്പോൾ ഈ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഓരോരോ ചെറിയ വർക്ക് ഡൺസ് കൂട്ടിച്ചേർന്നിട്ടാണ്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ വർക്ക് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. സോ ടു ഗെറ്റ് ദ ടോട്ടൽ വർക്ക് നമുക്കറിയാം ഇത്തരത്തിലുള്ള ചെറിയ ടോട്ടൽ വർക്ക്. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, ഇത്തരത്തിലുള്ള ചെറിയ വർക്ക് ഡൺസ് എന്ത് ചെയ്യുക, പരസ്പരം നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കണം. സിഗ്മ ഓഫ് ഓൾ ദി സ്മോൾ വർക്ക്സ് ടുഗദർ, ഓർ എൽസ് സിഗ്മ ഓഫ് എന്താണ് മൈനസ് സിഗ്മ ഓഫ് മൈനസ് PdV. ആ പ്രോസസ്സാണ് നമ്മളോട് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഓരോ ചെറിയ ആ ഇൻ്റർവെല്ലുള്ള വർക്കുകൾ ഒരുമിച്ച് ചേർത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ടോട്ടൽ വർക്ക് കിട്ടുള്ളൂ. അതായത് ഇപ്പം നമ്മൾ നടക്കുന്നു, ഇപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ 1 കിലോമീറ്റർ നടന്നു എന്ന് വിചാരിക്കുക. ഈ 1 കിലോമീറ്റർ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ആ വർക്കുകൾ സമ്മപ്പ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത്. അതാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ചെറിയ ചെറിയ മൊമെൻറ്റ്സിലുള്ള വർക്ക് ഡൺസ് ടുഗദർ, അതെല്ലാം കൂടെ കൂട്ടിയാലാണ് നമുക്ക് ആരെ കിട്ടുക, ടോട്ടൽ വർക്ക് ഡൺ കിട്ടുക. പക്ഷേ ഈ ഓരോ സെക്കൻഡിലുള്ള വർക്ക് കൂട്ടുക എന്നുള്ളത് അതിൻ്റെ മറ്റൊരു പേര് ഇൻ്റഗ്രേഷൻ ഓഫ് ദീസ് വർക്ക്സ് ടുഗദർ. സോ to get the total work, what we are doing, we are adding this or we are doing integration. So total work W is equal to integral minus PdV between two volumes. So we have a V1 to V2. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. So we have a total work done is equal to minus, okay, സോ ഹിയർ നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷർ, ഇൻറ്റേർണൽ പ്രഷർ, അത് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂസ് വരിക. സോ പി എക്സ്റ്റേണൽ എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് പിക്ക് വരം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പി വി ഈക്വൽസ് വി ഹവ് സ്റ്റഡീഡ് NRT, or else we studied P is equal to NRT by V. Okay, we can write that over there.
So what will be getting? Minus nRT by V into what comes there dV. This is what we have. അപ്പോൾ ഇതിൽ n നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്, ഐസോതെർമൽ ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ നമുക്കുള്ളത് വേരിയബിൾ ആണ്. സോ വി ഹാവ് ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് nRT, ഓക്കെ, ഇൻറ്റഗ്രൽ 1/v into dV. സോ 1/v into dV. ഈ 1/v into dV എന്നതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നമ്മൾ മാത്സിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ln v എന്നാണ് നമ്മൾ പറയുന്നത്, നാച്ചുറൽ ലോഗരിതം v. സോ ഐ എം റൈറ്റിംഗ് ദാറ്റ്. സീ ടു ദാറ്റ് നെക്സ്റ്റ് പോയിന്റ്. സോ ഹിയർ വി ആർ റൈറ്റിംഗ് w is equal to minus nRT, okay. So we have a ln v between the limits v1 to v2. v1 means initial, v2 means final. Or else you can write it there, w is equal to minus nRT ln v final v2 by v1. Okay, and you know natural logarithm എന്ന് പറയുന്നത് 2.303 log ആണ്. So we can say that ln is equal to 2.303 log. So what we can write? W is equal to, isn't it, minus 2.303 nRT log what comes v2 divided by v1. Okay, so this is the expression for work done in isothermal reversible process. Similarly, instead of this v2, if you have pressure, this equation will be reversed because നമുക്കറിയാം വോളിയവും പ്രഷർ എന്താണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. So we can write in the other manner also. W is equal to minus 2.303 nRT log what comes there, P1 divided by P2. This is the equation. So this is the expression for. നോക്കൂ, നമ്മൾ ആദ്യത്തെ പ്രഷർ വോളിയം വർക്ക് ഡൺ കണ്ടു. അതുപോലെ തന്നെ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ്, വർക്ക് ഡൺ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഈ കണ്ടുവച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഓരോ കേസസ് കാണേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ സംസാരിക്കാം. താങ്ക് യു.